എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കറുത്തവനായ അല്ലാഹു ജനങ്ങളിൽ ഏറ്റവും ഉയർത്തിയ കറുത്തവനായ രണ്ടാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ? പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ആ ഖുർആനിൽ ഒരുപാട് 114 സൂറത്തുകൾക്ക് പേരുകളുണ്ടല്ലോ. അല്ലാഹുവേ, ഇബ്രാഹിം എന്ന് പറയുന്ന സൂറത്തുണ്ട്, യൂനുസ് എന്ന് പറയുന്ന സൂറത്തുണ്ട്, മറിയം എന്ന് പറയുന്ന സൂറത്തുണ്ട്. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു ഓരോ സൂറത്തിന്റെയും പേരുകൾ ഇങ്ങനെ പറയുമ്പോ ആ 114 അധ്യായങ്ങളിൽ അധ്യായം കാറാ സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആരാണ് ലുക്മാൻ? തങ്ങൾ ആരാണ്? പ്രവാചകനല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആരാണ് ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കറുത്തവനായ രണ്ടാമത്തെ മനുഷ്യൻ ആരായിരുന്നെന്നറിയുമോ? മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ആ ലുക്മാൻ തങ്ങൾ കറുത്തവനായിരുന്നു, കരിക്കട്ടയെ പോലെ കറുത്തവനായിരുന്നു, മുടിയെല്ലാം ചുരുണ്ടവനായിരുന്നു. പടച്ചവനെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകനെ എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്, ഒരു മകനെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി പറയുകയാ. ഒരു വാപ്പ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു വാപ്പ തന്റെ മക്കളെ നന്നാക്കേണ്ടത് എന്തു പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. മഹാനവറുകൾ തന്റെ പൊന്നാര മകനെ വിളിച്ചിരുത്തിയിട്ട് കൊടുത്ത ഉപദേശങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന് ലുക്മാൻ എന്ന് പേരിടാൻ ആ ഉപ്പ ലുക്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ ഖുർആനിൽ എണ്ണി അല്ലാഹു പറയണമെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുന്ന എത്ര പേരാവുള്ളത്? ആ മനുഷ്യന്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആ ലുക്മാനുൽ ഹകീം എന്ന് പറയുന്ന മഹാനിന്റെ ചരിത്രമാർക്കാണ് അറിയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ രണ്ടാമത്തെ കറുത്ത മനുഷ്യൻ ആരെന്നറിയുമോ? മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ മനുഷ്യൻ മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ആ മഹാന്റെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. ആ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ലുക്മാൻ. അതകനായിരുന്നില്ല. എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത ഉപദേശം എണ്ണി ഖുർആനിൽ അത് പറയാ. അതുപോലെ വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. പറയുന്നു അവിടെന്ന് പറയുന്നു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ഒന്നും രണ്ടും പ്രവാചകന്മാർക്കല്ല, 4000 പ്രവാചകന്മാർക്ക് ഖാദിമായിട്ട് നടന്ന ഒരു മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല. കറുത്തവനാ, ഭീകരയായിരുന്നു, മുടിയെല്ലാം ചുരുണ്ടവനായിരുന്നു, ഒട്ടും സൗന്ദര്യമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ പറയുന്ന 8 അറിവുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ച അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഈ പറയുന്ന 8 കാര്യങ്ങൾ നമ്മൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ? ഈ പറയുന്ന നല്ല ഗുണങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും അനുസരിക്കാൻ തയ്യാറായ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഒരാമീൻ പറ. അല്ലാഹു നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കൈപൊക്കാത്തവന്റെ കാര്യം എനിക്കറിയത്തില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ നമ്മളിൽ പലർക്കും തോന്നും, ഇത്രയേ ഉള്ളോ?
ഇത്രയേ ഉള്ളൂ. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാർ ഇത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂന്നാ നമ്മൾ വിചാരിച്ചിരിക്കണേ. ഞാനും നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടുമല്ലോ, സ്വർഗം കിട്ടുമല്ലോ, അപ്പൊ പറ്റൂന്ന നമ്മൾ കരുതിയിരിക്കുന്നത്. എങ്കില് ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കോ നിങ്ങൾക്കുമുണ്ടോ? നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, ഇമാം എന്തൊക്കെയോ കാണിക്കണം, എക്സസൈസ് ചെയ്യണ പോലെ കുനിയുന്നുണ്ട്, ഊരുന്നുണ്ട്. എങ്കിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയൂ? അവിടെയാ പഠിക്കേണ്ടത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മഹാന്റെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കാരത്തിനെ സ്നേഹിക്കാൻ പഠിക്കണം. ആ നിസ്കാരത്തിന് വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട്, ഒരു വല്ലാത്ത സുഖമുണ്ട്. ആ നമസ്കാരത്തിന്റെ ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പലരും കിട്ട് നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വല്ലാത്ത ഒരു അനുഭൂതി ജീവിതത്തിൽ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, പഠിച്ചവരെ, നമ്മളിൽ പലർക്കും ഒരു ചിന്തയുണ്ട്. ഉസ്താദേ, ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവരാ, ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ഫർദുകൾ നമസ്കരിക്കാറുണ്ട്, പഠിച്ചവനെ ദുഹാ നമസ്കരിക്കാറുണ്ട്, ഒരുപാട് നമസ്കാരങ്ങൾ ജീവിതത്തിലുണ്ട് പഠിച്ചവനെ. അതുകൊണ്ട് നാളെ പടച്ച റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ജീവിതത്തിൽ 30, 40, 50 വർഷക്കാലം നമസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്ന് നിനക്ക് എങ്ങനെയാ ഉറപ്പുള്ളത്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ പടച്ചവനെ, ഈ നമസ്കാരം കൊണ്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് നിനക്ക് എന്തുറപ്പാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു നമസ്കാരം പറയാ, ഒരു നമസ്കാരം പറയാ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാ. ഒരു മഹാനിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാ എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും അവരവരുടെ നമസ്കാരങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്ത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇതുപോലെ നമസ്കരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞു തന്നത്. ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കയ്യിൽ പിടിച്ചിട്ട് പറയുമെന്നാ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്, യഥാർത്ഥത്തിൽ നമസ്കാരം എന്തെന്നറിയുമോ? പടച്ചവനെ, ഒരു മഹാനായ സഹാബി ഉണ്ടല്ലോ, ഒരു സഹാബി വര്യന്റെ മുന്നിലേക്ക് പടച്ചവനെ ജനങ്ങളെ കടന്നു വരികയാണ്. ആ സഹാബിയുടെ കാലിന്റെ ഒരു വിരല് പഴുക്കുകയാ, കാലിന്റെ ഒരു വിരല് പഴുക്കുകയാണ്. പഴുപ്പ് മുകളിലേക്ക് കേറാൻ തുടങ്ങി, പഴുപ്പ് മുകളിലേക്ക് കേറാൻ തുടങ്ങി. അല്ലാ, ആ സമയത്താണ് പടച്ചവനെ വൈദ്യന്മാര് കടന്നു വന്നിട്ട് പറയുന്ന, തങ്ങള് ഈ കാലിന്റെ വിരല് മുറിച്ച് മാറ്റണം, ഈ കാലിന്റെ വിരല് മുറിച്ച് മാറ്റണം. പടച്ചവനെ അവിടെ നിന്ന് പറയുകയാ, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. പടച്ചവനെ, മഹാനവറുകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല, മഹാനവറുകൾ അവിടെ നിന്ന് സമ്മതിക്കുന്നില്ല. പടച്ചവനെ, കാലിന്റെ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറാൻ തുടങ്ങി. പടച്ചവരെ, കാലിന്റെ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറുകയാണ്. കാൽപാദം മുഴുവനും പഴുപ്പായി. ആ സമയത്തും പടച്ചവനെ വൈദ്യന്മാര് കടന്നു വന്നിട്ട് മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, ആ സ്വഹാബി വര്യന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, ഉർവ തങ്ങളെ, ഞങ്ങൾ
ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുമെന്ന്. ഇപ്പൊ കാൽപ്പത്തി മുഴുവനും പഴുപ്പായിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മുറിക്ക് ഞങ്ങള്. അവിടെ നിന്ന് സമ്മതിക്കുന്നില്ല. പടച്ചവനെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അതാ കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗം വരെ പഴുപ്പിങ്ങനെ കയറുമ്പോ വല്ലാത്ത വേദനയാ. കുഴിനകം വന്നിട്ട് എന്റെയും നിങ്ങളുടെയും കാലില് നഖത്തിന്റെ ഇടഭാഗങ്ങളെ പഴുക്കുമല്ലോ. ഒരു മുള്ളങ്ങാണം തറച്ചാ പഴുക്കുമല്ലോ. ആ പഴുപ്പിന്റെ വേദന പോലും താങ്ങാൻ കഴിയാത്തവര് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പഴുക്കുകയാ. എന്തൊരു വേദനയാ, എന്തൊരു പ്രയാസമാ. മഹാനായ ഉറുബതങ്ങളോട് അതാ വൈദ്യന്മാർ പറഞ്ഞു, തങ്ങളെ ഞങ്ങളിന് സമ്മതിക്കില്ല. ഈ കാല് മുറിച്ചു മാറ്റാൻ അനുവാദം തരൂ. ഇല്ലെങ്കിൽ പടച്ചവരെ മുകളിലേക്ക് കയറിയാ ഇനി അരഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ട് കാല് മുറിക്കാൻ സമ്മതിക്കണമെന്ന് പറയുമ്പോ റളിയല്ലാഹു തആല അവസാനം അവിടെ നിന്ന് സമ്മതിക്കുകയാ. അല്ലാഹുവേ, കാല് മുറിക്കാൻ അവിടെ നിന്ന് സമ്മതിച്ചു. വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തുകൊണ്ട് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മഹാനവറുകളുടെ കയ്യിലേക്ക് കുറച്ച് കല്ലെടുത്തു കൊടുക്കുകയാ. കാല് മുറിക്കാൻ സമയമായപ്പോ അവിടെ നിന്ന് കുറച്ച് കല്ലെടുത്തു കൊടുക്കുകയാണ്. ഉർവതങ്ങൾ ചോദിച്ചു, എന്തിനാ കള്ള്? തങ്ങള് കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാനാ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കുമല്ലോ, ഒരല്പമെങ്കിലും സമനം കിട്ടുമല്ലോ, അതിനു വേണ്ടിയാണ് കള്ള് തരുന്നതെന്ന് പറയുമ്പോ റളിയല്ലാഹു തആല അൻഹു കരയുകയാ. പടച്ചവരെ, കള്ള് കുടിക്കുവാനോ ഒരിക്കലും ഞാൻ കള്ള് കുടിക്കില്ല. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ മതിയല്ലോ, അതിന് കള്ള് കുടിക്കേണ്ട ആവശ്യമില്ല, അതിന് കള്ള് കുടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ ഉമ്മ? ഏതെങ്കിലും പടച്ചവനെ തോന്നുന്ന സമയത്ത് ഒന്ന് സുജൂദിൽ വീണതിന്റെ പേരിൽ ഈമാനുള്ള മരണം കിട്ടും, സ്വർഗം കിട്ടുമെന്ന് കരുതിയെങ്കിൽ ഈ ചരിത്രം കേട്ടിട്ട് തീരുമാനിക്കു പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഈ നിരന്നിരിക്കുന്ന എന്റെ പിതാക്കന്മാരോട്, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഇങ്ങനെ ഒരു വഖത്ത് നിന്റെ ജീവിതത്തിൽ പറയാ കഴിയുമോ ചെറുപ്പക്കാരാ? റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, വുളുവെടുത്തു നമസ്കരിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കൈകെട്ടിയിട്ട് അവിടെ നിന്ന് നമസ്കാരം തുടങ്ങുകയാ. അല്ലാഹുവിനോട് കരാറ് ചെയ്യുകയാ, അല്ലാഹുവിനോട് കരാറ് ചെയ്യുകയാ. എന്നിട്ട് അവിടെ നിന്ന് ഫാത്തിഹ ഓതി, എന്നിട്ട് സൂറത്ത് ഓതാൻ തുടങ്ങുകയാ. ചരിത്രം പറയുകയാ, ഏത് സൂറത്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. അവിടെ നിന്ന് ഖുർആനിന്റെ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കുകയാ. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് വാളെടുക്കുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? അവിടത്തെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ കാലങ്ങ് വെട്ടിമുറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്,
ഉർവ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞില്ല വാപ്പാ. അവിടത്തെ ഒരു കാലങ്ങ് വെട്ടിമുറിച്ചു, ഒരു മയക്കുമരുന്നും കൊടുത്തില്ല, പടച്ചവനെ ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല, ഒരു ഗുളികയും കഴിച്ചില്ല. ആ നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാല്, പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അല്ലാഹുവേ, മഹാനവറുകൾ അവിടുന്ന് നമസ്കാരം തുടരുകയാണ്, അവിടുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാലിൽ നിന്നാണ് നമസ്കരിക്കുന്നത്, കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടികെട്ടി രക്തം ഒഴുകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുമ്പോ പെട്ടെന്ന് രക്തം നിൽക്കാൻ ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, സൈതണ്ണ തിളപ്പിക്കുകയാ. സൈതണ്ണ തിളപ്പിച്ചിട്ട് ആ മുറിച്ച കാലിലേക്ക്, ആ മുറിച്ച കാലുണ്ടല്ലോ, ആ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാ. അല്ലാഹുവേ, ഉർവതങ്ങൾ അറിഞ്ഞില്ല. തിളച്ച എണ്ണ ഇങ്ങനെ കാലിലേക്ക് മുക്കുമ്പോ അപ്പോഴും ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി തളർന്നു വീഴുകയാ. തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുമ്പോ അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചുറപ്പേ, പെങ്ങളെ, ഇതുപോലെ ജീവിതത്തിൽ ഒരു വക്കത്ത് പറയാൻ കഴിയുമോ? ഒരു കൊതുവ് കടിച്ചാൽ അറിയില്ലേ, ഈമാനുള്ള മരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുന്ന വാപ്പാ, നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുകും മൂളിക്കൊണ്ടു പോയാ അതുപോലും നിനക്കറിയുമല്ലോ വാപ്പാ. നിന്നെ പോലെ പച്ചയായ ഒരു മനുഷ്യന്റെ ഒരു കാല് വെട്ടിമുറിച്ചിട്ട് തിളച്ച എണ്ണ കാലിന്റെ അകത്ത് മുക്കിയിട്ട് അവിടെ നമസ്കാരത്തിലായപ്പോ അറിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിനല്ലേ നമസ്കാരമെന്ന് പറയുന്നത്. മഹാനവറുകൾ പടച്ചവനെ ബോധം കെട്ട് കിടക്കുകയാണ്, കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. അവസാനം വൈദ്യന്മാര് മുഴുവനും പരസ്പരം ചർച്ച ചെയ്യുകയാ. ബോധം വരുമ്പോ കാല് മുറിച്ചത് എങ്ങനെയാ പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്റെ കുടുംബത്തിൽ നിന്നൊരു മനുഷ്യൻ ഓടി വരികയാ. എന്തിനാ ഓടി വരുന്നത്? ഉർവതങ്ങളെ തിരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? തന്റെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, അവിടെ നിന്ന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. മരണവാർത്ത പറയാൻ വരികയാണ്. പടച്ചവനെ അവസാന ചരിത്രം പറയുകയാ. മഹാനവറുകൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റി. ആ മനുഷ്യനല്ല. വൈദ്യന്മാര് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, അതാ കുടുംബക്കാര് പറയുന്ന, തങ്ങളെ, ഏറ്റവും ഇളയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു. അപ്പോഴും പറഞ്ഞു, ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ജനങ്ങൾക്ക് അത്ഭുതമാണ്.